നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ലഗ്നം മുതൽ ഓരോരോ രാശികളിൽ, അതായത് 12ാം ഭാവം വരെയുള്ള രാശിയിൽ പാപഗ്രഹങ്ങളും ശുഭഗ്രഹങ്ങളും നിന്നാൽ ഓരോ വ്യക്തിക്കും എന്തൊക്കെ ഗുണദോഷങ്ങൾ അനുഭവിക്കണം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ജ്യോതിശാസ്ത്രത്തിൽ 9 ഗ്രഹങ്ങളും 27 നക്ഷത്രങ്ങളുമാണ് ഉള്ളത്. ഈ 9 ഗ്രഹങ്ങളെ 2 തരമായി തിരിച്ചിരിക്കുന്നു. ഒരു വിഭാഗം ശുഭഗ്രഹങ്ങളും മറുവിഭാഗം പാപഗ്രഹങ്ങളുമാകുന്നു. പാപഗ്രഹങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയുണ്ടാകുന്നു. പക്ഷേ പാപഗ്രഹങ്ങൾ അവരവരുടെ സ്വക്ഷേത്രത്തിലും ഉച്ചക്ഷേത്രത്തിലും മൂലത്രികോണ രാശിയിലും അവർ പാപഫലം ചെയ്യുന്നില്ല. പക്ഷേ ഗുണഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. എന്നാൽ ശുഭഗ്രഹങ്ങൾ 6-12 ഭാവങ്ങളിൽ വന്നാൽ പല വിധേനയുള്ള ക്ലേശ ദുരിത ദുഃഖങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലാകുന്നു. ഓരോ ഗ്രഹവും അനുകൂല സ്ഥാനത്ത് വന്നാൽ ലഗ്നം മുതൽ എണ്ണുമ്പോൾ ആ ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന ഫലങ്ങളും ആ ഗ്രഹത്തിന് നൽകിയിരിക്കുന്ന കാരകത്വ ഫലങ്ങളും വർദ്ധിക്കുന്നു. ലഗ്നത്തിൽ ശുഭഗ്രഹങ്ങൾ നിന്നാൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം ശുഭമായി നടക്കുകയും ധനം, കീർത്തി, ഉന്നത സ്ഥാനലബ്ധി, സൽസുഹൃത്തുക്കൾ ഉണ്ടാകുകയും ആരോഗ്യം, ഐശ്വര്യം, സംതൃപ്തി ഇവ ഉണ്ടാകുകയും ചെയ്യുന്നു. എന്നാൽ ലഗ്നത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്നുവെങ്കിൽ ഉദ്ദിഷ്ട കാര്യവിഘ്നം, മനസമാധാനക്കുറവ്, ആരോഗ്യക്കുറവ്, ബന്ധുനാശം, ധനനഷ്ടം, ശത്രുപീഡ, കുടുംബകലഹം ഇവ വന്നു ഭവിക്കുന്നു. ലഗ്നത്തിൻ്റെ 2-ൽ ശുഭഗ്രഹങ്ങൾ നിന്നാൽ സ്വപ്രയത്നത്താൽ സമ്പാദ്യക്കാരനാകുന്നതാണ്. അയാൾ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ശ്രദ്ധാപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുകയും കുടുംബാംഗങ്ങളെ സ്നേഹിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യുന്നവനാകുന്നു. ലഗ്നത്തിൻ്റെ 2-ൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്നുവെങ്കിൽ അവൻ ധൂർത്തനായി തീരുകയും കുടുംബത്തെ നശിപ്പിക്കുകയും അവൻ സ്വജനങ്ങളാൽ വെറുക്കപ്പെടുകയും മുഖരോഗം, നേത്രരോഗം മുതലായവ പിടിപെട്ട് വളരെ ക്ലേശം അനുഭവിക്കുകയും ചെയ്യും. ലഗ്നത്തിൻ്റെ 3-ൽ ശുഭഗ്രഹങ്ങൾ നിന്നാൽ സഹോദരങ്ങൾക്ക് സൗഖ്യമുണ്ടാകുകയും ഉത്തമന്മാരിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കുകയും ആരോഗ്യം, ധനലബ്ധി, കീർത്തി, ഉന്മേഷം ഇവ ഉണ്ടായിത്തീരുകയും അവൻ എവിടെയും സന്തോഷവാനായി പരിലസിക്കുകയും ചെയ്യും. ലഗ്നത്തിൻ്റെ 3-ൽ പാപഗ്രഹങ്ങളാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അവൻ വളരെ ദുഃഖിതനും രോഗവാനുമായിരിക്കും. സഹോദരങ്ങൾക്ക് ക്ലേശമുണ്ടാകുകയും ധനനഷ്ടം സംഭവിക്കുകയും വലിയ ആളുകളിൽ നിന്ന് വിരോധം നേരിടുകയും രോഗം, വൃത്തിഹീനത്വം ഇവയുണ്ടാകുകയും ചെയ്യുന്നു. ലഗ്നത്തിൻ്റെ 4-ൽ ശുഭഗ്രഹങ്ങൾ നിന്നാൽ വാഹനങ്ങൾ, ഗൃഹങ്ങൾ, പശുക്കൾ, മറ്റു പല പ്രകാരത്തിലുള്ള സ്വത്തുക്കൾ, കുടുംബത്തിന് ഐശ്വര്യം, അമ്മയ്ക്ക് സൗഖ്യം, അമ്മാവനും ബന്ധുജനങ്ങൾക്കും ഏതു കാര്യത്തിലും വിജയം ഇവയുണ്ടാകുന്നു. ലഗ്നത്തിൻ്റെ 4-ൽ പാപൻ നിന്നാൽ അമ്മയ്ക്കും അമ്മാവനും ബന്ധുജനങ്ങൾക്കും മരുമകനും പല വിധേനയുള്ള രോഗങ്ങൾ ഉണ്ടാകുകയും ഗൃഹങ്ങൾ, പശുക്കൾ, കൃഷിഭൂമി, ധനം ഇവയ്ക്ക് നാശമുണ്ടാകുകയും ചെയ്യും. ലഗ്നത്തിൻ്റെ 5-ൽ ശുഭഗ്രഹങ്ങൾ നിന്നാൽ സന്താനലബ്ധി, സന്താനങ്ങൾക്കും തനിക്കും ആരോഗ്യവും, ജനനേതൃത്വം, ധനലാഭം, സൽകീർത്തി ഇവയുണ്ടാകുന്നു. ഇവിടെ പാപഗ്രഹങ്ങൾ നിൽക്കുന്നത് സന്താനങ്ങൾക്ക് രോഗത്തെയോ നാശത്തെയോ ഉണ്ടാക്കും. ദുഷ്കീർത്തി, ധനനഷ്ടം, വ്യവഹാരം ഇവ മൂലം ക്ലേശിക്കുകയും ചെയ്യും. ലഗ്നത്തിൻ്റെ 6-ൽ ശുഭഗ്രഹങ്ങൾ നിന്നാൽ രോഗനാശം, ശത്രുനാശം, സ്ഥാനലബ്ധി, കുടുംബാഭിവൃദ്ധി, കുടുംബാംഗങ്ങൾക്ക് തന്നോട് ആദരവ് എന്നിവയും ഉണ്ടാകുന്നു. ഇവിടെ പാപഗ്രഹങ്ങൾ നിന്നാൽ ആദി, വ്യാധി, ചോരഭയം, ശത്രുപീഡ, സർവകാര്യവിഘ്നം ഇവ ഫലമാകുന്നു. ലഗ്നത്തിൻ്റെ 7-ൽ ശുഭഗ്രഹങ്ങൾ നിന്നാൽ ഭാര്യയ്ക്ക് പല പ്രകാരത്തിലുള്ള ഭാഗ്യലബ്ധി ഉണ്ടാകുകയും ഭാര്യയോടുകൂടി പുതിയ ഗൃഹത്തിൽ വളരെ സന്തോഷത്തോടുകൂടി വസിക്കുകയും ചെയ്യും. ഭാര്യാഗൃഹത്തിന് അഗ്നിബാധ നേരിടുകയോ അല്ലാത്ത പക്ഷം വിവാഹബന്ധം വേർപിരിയുകയോ ചെയ്യും. ലഗ്നത്തിൻ്റെ 8-ൽ ശുഭഗ്രഹങ്ങൾ നിന്നാൽ അവന് പലവിധേനയുള്ള ക്ലേശങ്ങൾ അനുഭവപ്പെടുകയും കൈവിട്ടുപോയ മുതൽ തിരികെ വന്നു ചേരുകയും ശത്രുപീഡകൾ മാറുകയും ഭൃത്യന്മാർക്ക്
സുഖമുണ്ടായിത്തീരുകയും എല്ലാ കാര്യങ്ങളിലും താമസിച്ച് വിജയമുണ്ടാകുന്നവനുമായിരിക്കും. എന്നാൽ ഇവിടെ പാപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്താൽ ഭൃത്യന്മാർക്ക് രോഗവും ശത്രുപീഡയും ദ്രവ്യനാശവും ദുഷ്കീർത്തിയും കാര്യവിഘ്നവും രോഗവും സജ്ജനങ്ങൾക്ക് വിരോധവും സംഭവിക്കാം. ലഗ്നത്തിൻ്റെ 9 ശുഭഗ്രഹങ്ങൾ നിന്നാൽ ഗുരുപ്രീതി, പിതൃസ്നേഹം, ഈശ്വരാനുഗ്രഹം, കർമ്മസാഫല്യം, ഭാഗ്യാഭിവൃദ്ധി, മനസന്തോഷം എന്നിവ ഫലമാകുന്നു. എന്നാൽ ഇവിടെ പാപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്താൽ പിതൃകോപം, ഗുരുത്വക്കുറവ്, സ്വജനവിരോധം, ഈശ്വരവിശ്വാസമില്ലായ്മ, രോഗപീഡ, സർവ്വതടസ്സങ്ങളും നേരിടേണ്ടതായി വരാം. ലഗ്നത്തിൻ്റെ 10 ശുഭഗ്രഹങ്ങൾ സ്ഥിതി ചെയ്താൽ വഴിയമ്പലം, ദേവാലയം ഇവ പരിഗണിച്ച് ഭൃത്യവർഗങ്ങളോടും സൽകീർത്തിയോടും കർമ്മസാഫല്യത്തോടും ആഗ്രഹസിദ്ധിയോടും പരിലസിക്കും. ഇവിടെ പാപഗ്രഹങ്ങളാണ് നിൽക്കുന്നതെങ്കിൽ അവൻ കാര്യവിഘ്നം, ദുഷ്കീർത്തി, ഭൃത്യനാശം, വിദേശഗമനം, കാൽമുട്ടിൽ നീര്, ബുദ്ധിഭ്രമം ഇവയുണ്ടായി വളരെ കഷ്ടം അനുഭവിക്കുന്നവനുമായി തീരുന്നു. ലഗ്നത്തിൻ്റെ 11 ശുഭഗ്രഹങ്ങൾ നിന്നാൽ മനസന്തോഷം, ധനലാഭം, ഭൂമിലാഭം, ആരോഗ്യം, സൽകീർത്തി ഇവയുണ്ടാകുകയും അവിടെ അശുഭഗ്രഹങ്ങൾ നിന്നാൽ ജ്യേഷ്ഠന്മാർക്കും പുത്രന്മാർക്കും രോഗം ബാധിച്ച് ദുഃഖിതനായിരിക്കും. കാൽമുട്ടുകൾക്കും ഇടത്തെ ചെവിക്കും പല പ്രകാരത്തിലുള്ള സുഖക്കേടുകൾ ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ലഗ്നത്തിൻ്റെ 12 ശുഭഗ്രഹങ്ങൾ നിന്നാൽ സൽക്കർമ്മങ്ങളിൽ താൽപ്പര്യം, ഈശ്വരഭക്തി, ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിൽ താൽപ്പര്യമുണ്ടാകുകയും ദുഷ്കർമ്മങ്ങളിൽ വിരക്തി, മാതൃഭക്തി, പിതൃഭക്തി, ഗുരുഭക്തി ഇവ അധികമായി ഉണ്ടായിരിക്കും. എന്നാൽ ഇവിടെ പാപഗ്രഹങ്ങളാണ് നിൽക്കുന്നതെങ്കിൽ ധനനാശം, ദുഷ്കർമ്മങ്ങളിൽ താൽപ്പര്യം, വിദേശഗമനം, കാലിനും ഇടത്തെ കണ്ണിനും രോഗങ്ങൾ ഇവ കൊണ്ട് വളരെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായും വരുന്നു.